അവൻ ഇങ്ങോട്ട് വന്ന് ഡൊണേഷൻ തന്നപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാണ്. അവൻ ഇതുപോലെ ഇടപെട്ട് കുഴപ്പിക്കുമെന്ന്. അത് കറക്റ്റായി. അവൻ എത്ര ധൈര്യം ഉണ്ടായിട്ടാ നിങ്ങളുടെ ഷർട്ട് കയറി പിടിച്ചേ? ചേട്ടാ, അവനെ വിടാൻ പാടില്ല, തീർത്തുകളാണ് അവനെ. ഞാൻ ജസ്റ്റ് ഒന്ന് ഒതുങ്ങിയപ്പോ അവൻ കയറി കളിച്ചു. ഇനി എന്റെ കളി അവൻ കാണാൻ പോകുന്നു. തീർത്ത് കളയുന്നതിനാണ്. പള്ളിയുടെ പേരും പറഞ്ഞ് കൊള്ളയടിക്കുന്നവനെ എതിർക്ക് തന്നെ വേണം എന്നും പറഞ്ഞ് ഒറ്റക്ക് പോയി അടിക്കുക. അവനെ ഇങ്ങനെയൊന്നും കൈകാര്യം ചെയ്താൽ പോരാ. ഞാൻ പപ്പയുടെ ചോരയാ. പപ്പയുടെ പകുതിയെങ്കിലും എനിക്കുണ്ടാവും. എടാ, പപ്പ സംസാരിക്കുമ്പോ നീ എന്തിനാ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നേ? പപ്പ പറയുന്ന കേൾക്ക്. പപ്പ പറയുന്നതിൽ ഇത്ര കാലം ഞാൻ കേട്ടോണ്ടിരുന്നേ. തെറ്റ് ചെയ്താൽ ചോദ്യം ചെയ്യരുതെന്ന് അപ്പാപ്പൻ പറഞ്ഞ് വളർത്തിയിട്ടുണ്ടാവും. പക്ഷെ എന്റെ പപ്പ എന്നെ അങ്ങനെയല്ല വളർത്തിയത്. പപ്പ പറഞ്ഞതാ ഞാൻ ഇതുവരെ അനുസരിച്ചുകൊണ്ടിരുന്നത്. ആ വഴിക്കാ നടന്നുകൊണ്ടിരിക്കുന്നതും. എന്താ ഷൈനി പെട്ടെന്ന് വരാൻ പറഞ്ഞേ? എന്താ മോളെ പറ്റിയേ? നിന്നെ എനിക്ക് കാണണം തോന്നി. നിനക്ക് ചുറ്റും നടക്കുന്നതൊക്കെ ഓർക്കുമ്പോ എനിക്ക് നല്ല പേടി. നല്ല കാര്യം നടക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്തിനാ പേടിക്കുന്നേ? എനിക്കൊന്നും സംഭവിക്കില്ല, പറഞ്ഞില്ലേ. ഞാൻ മരിച്ചു കളയും. മരിക്കാൻ വേണ്ടിയാണോ നമ്മൾ ഇത്ര നാളും സ്നേഹിച്ചത്? എനിക്ക് നിന്റെ കൂടെ ഒരുപാട് നാൾ ജീവിക്കണം സാരഥ്. 100 വർഷം നമ്മൾ ഒരുമിച്ച് ജീവിക്കും. ഐ ലവ് യു സാരഥ്. എന്റെ പെണ്ണല്ലേ, വിഷമിക്കില്ല ഷൈനി. പ്ലീസ്, സാരത്തിന്റെ പെണ്ണിന് അറിയാൻ പാടില്ല, മനസ്സിലായോ? കരയരുത്. നീ അല്ലാതെ ലോകത്തിൽ എനിക്ക് വേറെ ഒന്നുമില്ല. എന്താടാ ആ യൂദാസ് കുറച്ച് ഓവറാകുന്നുണ്ട്. വിടരുതവന്, എന്തെങ്കിലും ചെയ്യണം. നോക്കടാ, അവനാരാ? 10 പേരെ വിട്ടാലും നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കണ്ടേ? നമ്മുടെ സേഫ്റ്റി അതെല്ലാം ഞാൻ നോക്കിക്കോളാം. എനിക്ക് നിങ്ങളുടെ സേഫ്റ്റിയാ പ്രധാനം. അവന്റെ മുഖം അടിച്ച് പൊളിക്കേണ്ടതാ. തിരക്കൂട്ടണ്ട, ഞാൻ നിങ്ങളെ മിസ് ചെയ്യാൻ പാടില്ല. നീ പറഞ്ഞ ഓക്കെ. ഞാനോ യൂദാസോ നോക്കാം. രാത്രി പാർട്ടിയിൽ വെച്ച് കാണാം. എടാ, നിന്നെയൊക്കെ ആണല്ലോ ഞാൻ വിശ്വസിച്ചത്. ഇനി നിന്നെയൊക്കെ വിശ്വസിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ തന്നെ കളത്തിലിറങ്ങാൻ പോവുക. അവനാണോ ഞാനാണോ വലിയവനെന്ന് നമുക്ക് നോക്കാം. ഫോൺ വെക്കടാ. ചേട്ടാ, എക്സിബിഷൻ നമ്മുടെ കൈവിട്ടു പോകരുത്.
Cheers, മച്ചന്മാരെ. Cheers. ഒരു ട്രിപ്പ് പോയാലോ? ആഹാ, ഇതൊക്കെ ചോദിക്കാനുണ്ടോ? എവിടെ പോണം, എപ്പോ പോണം? നീ ഫിക്സ് ചെയ്തിട്ട് വിളിക്കണേ. അതെ, എന്ത് ഫിക്സ് ചെയ്യാനടാ? നാളെ തന്നെ പോവാന്നേ. ഓക്കേ, ഗോവക്ക് പോയാലോ? ഓക്കെടാ, പോവാം പോവാം. പോവാം. അടിപൊളി ട്രിപ്പ് പോവാം. കല്യാണത്തിന് മുമ്പ് 4-5 വർഷം ഇനി കറങ്ങാൻ പറ്റുള്ളൂ. നോക്കാം. ആ, ഏ? ആ. ഒരു മിനിറ്റ്, പപ്പ വിളിക്കുന്നു. ഗോവ ട്രിപ്പ് നമ്മൾ 4 വർഷം പ്ലാൻ ചെയ്യുന്നല്ലേ? പറ പപ്പ. അങ്ങനെയാണോ? ഞാൻ വരാം പപ്പ. എന്താ പപ്പ? അകത്തേക്ക് പോ. എന്താ അമ്മേ? അകത്തേക്ക് പോ. എന്താ ഇറ്റപ്പാ? ചെല്ലടാ. എന്തു പറ്റി? എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. വീട്ടിൽ വേറെ മാരേജ് അറേഞ്ച് ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ വന്നത്. എല്ലാം മുറ പോലെ നടക്കണമെന്നല്ല ആഗ്രഹിച്ച ഷൈനി. അപ്പോഴേക്കും ധൃതി കാണിച്ചു. ഒരു പെണ്ണ് അവളുടെ അച്ഛനമ്മേനെ വിട്ടിട്ട് നിന്നെ വിശ്വസിച്ച് വന്നിരിക്കാം. നേരത്തെ നമുക്കൊരു മോള് നഷ്ടപ്പെട്ടതാ. മോനെ, പറ പപ്പ. നിനക്ക് ആ പെണ്ണിനെ ഇഷ്ടമെന്നുള്ളത് സത്യമല്ലേ? ഇവളെന്റെ ജീവനാ പപ്പ. പിന്നെന്താ, കല്യാണം കഴിച്ചുകൂടെ? ശാരദേ, ഉടുത്ത തുണിയോടെ നിന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്നിരിക്കുകയാണ് ഈ പെൺകുട്ടി. സ്വന്തം ബന്ധങ്ങളൊക്കെ വിട്ട് നിന്നെ മാത്രം ആശ്രയിച്ച് വന്നവളാ. അവളെ സങ്കടപ്പെടുത്താതെ നോക്കുമ്പോഴാ അത് അവൾക്ക് അഭിമാനം, ഞങ്ങൾക്കും അഭിമാനം. ശരി പപ്പ. അച്ഛനുണ്ടല്ലോ കൂടെ. എനിക്ക് പറ്റാത്ത നീ നേടിയല്ലോ മോനെ.